ആന്റണി സർക്കാരിന്റെ വാർഷികാഘോഷവേള കലക്കാനെത്തിയ ലീഡർ ഇപ്പോഴും ദിവാസ്വപ്നം. ഹാസ്യരൂപം. അശരണരാകും ജനങ്ങളെയെല്ലാം ഐയിൽ ചേർക്കണേ, ഐ ഗ്രൂപ്പിൽ ചേർക്കണേ. കരുണാമയനേ മാളവിളക്കേ കനിവിൻ നാഥനേ, അശരണരാകും ജനങ്ങളെയെല്ലാം ഐയിൽ ചേർക്കണേ, ഐ ഗ്രൂപ്പിൽ ചേർക്കണേ. കൊള്ളാം, വളരെ അർത്ഥവത്തായ ഗാനം. വരികൾക്ക് സോപ്പിന്റെ ചുകയുണ്ടെങ്കിലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. മോളെ പപ്പിക്കുട്ടി, എന്താണച്ചാ? ഞാൻ മാളയിലെ വിളക്കാണെന്നുള്ള കാര്യം നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടേ ഈ അച്ഛനൊരു വിശ്രമം ഉള്ളൂ. അച്ഛാ, ഇത് അച്ഛനെ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ രചിച്ച വരികളാണ്. അരുത് മോളെ, അരുത്. അച്ഛനെങ്ങനെ പുകഴ്ത്തി പറയരുത്. എന്താണച്ചാ? പണ്ട് ഈ അച്ഛൻ്റെ കൂടെ നിന്ന് പുകഴ്ത്തിയവരെല്ലാം ഇന്ന് അച്ഛനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഒരിക്കൽ സമയവും സാഹചര്യവും ഒത്തുവന്നാൽ നീയും അങ്ങനെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? അച്ഛാ, ഈ മകൾ ജീവിക്കുന്നത് തന്നെ അച്ഛനെ കണ്ടുകൊണ്ടാണച്ചാ. മോളെ, അച്ഛാ. കരയുമ്പോൾ ഉള്ളിൽ ചിരിക്കുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. നിർത്തൂ, നിർത്താൻ. അച്ഛാ, ദേ ഏട്ടൻ വരുന്നുണ്ട്. അച്ഛനും മോളും ഇവിടെ ഡ്യുവറ്റും പാടി നിന്നോ? ബാക്കിയുള്ളവന്റെ മൂട്ടിൽ ഇവിടെ തീ പിടിച്ച് നിൽക്കുക. നിന്നോട് ആര് പറഞ്ഞു തീയുള്ളോടത്തുകൊണ്ട് മൂട് വയ്ക്കാൻ? മക്കളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരച്ഛനാണ് ഞാൻ. നന്മ? അച്ഛൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചേട്ടാ, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. ഓഹോ, അതാരാണ്? അച്ഛൻ തന്നെ. അച്ഛന്റെ ഇപ്പോഴത്തെ കയ്യിലിരിപ്പ് കാരണം ബാക്കിയുള്ളവർക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. മോനെ, അതിനാണ് ഹെൽമെറ്റ് കർശനമാക്കിയിരിക്കുന്നത്. അതൊക്കെ നീ വാങ്ങി തലയിൽ വെച്ചാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് അച്ഛൻ തന്നെ വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ചേട്ടാ, അച്ഛനോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേട്ടൻ അറിയോ, രാഷ്ട്രീയമാകുന്ന മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ആർക്കും പറിക്കാനാവാത്ത കൊമ്പിൽ നിന്നും KPCCയും KTDCയും പറിച്ച് നമുക്ക് കളിക്കാൻ തന്ന അച്ഛനോടാണോ ചേട്ടാ ചേട്ടന്റെ ഈ പരസ്യ പ്രസ്താവന? അവൻ പറയട്ടെ മോളെ, അവൻ പറയട്ടെ. മക്കളെ, നിങ്ങളുടെ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി കണ്ണിൽ പാമാവല വെച്ച് കാത്തിരുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഇതിനിടയിൽ പാർട്ടിയിൽ ഗ്രൂപ്പ് വളർന്നുകൊണ്ടിരുന്നത് അച്ഛൻ അറിഞ്ഞില്ല മോളെ, അച്ഛൻ അറിഞ്ഞില്ല. അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ KPCC എന്നെ വിട്ടുപോകുമോ എന്നാണ് എൻ്റെ പേടി. ഒരിക്കലുമില്ല. അച്ഛൻ മനസ്സറിഞ്ഞ ആരുടെയെങ്കിലും തോളത്ത് എന്തെങ്കിലും കയറ്റി വെച്ചാൽ അത് അവനെയും കൊണ്ടേ പോകൂ. അച്ഛൻ ഒരു കാര്യത്തിലേ വിഷമമുള്ളൂ. എന്താണച്ചാ? എനിക്കൊരു മകൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ KSRTC നമ്മളെ വിട്ടു പോവില്ലായിരുന്നു. അച്ഛാ, കാറ്റ് നമുക്കിപ്പോ എതിരാണ്. ഏത് സമയത്തും മുങ്ങിത്താഴാവുന്ന ഒരു ടൈറ്റാനിക് കപ്പലിലാണച്ചാ നമ്മുടെ യാത്ര. മോളെ, നീ ഭയപ്പെടേണ്ട. വളരെ പൈശാചികവും മൃഗീയമായ മഞ്ഞുമലകളെപ്പോലും തകർത്ത് കളയുന്നൊരു ഫോർമുല അച്ഛൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരു ഹൈക്കമാൻഡ് ഉണ്ടെന്നുള്ള കാര്യം അച്ഛൻ മറക്കണ്ട. ഹൈക്കമാൻഡ്? എന്നടാ ഈ ഹൈക്കമാൻഡൊക്കെ ഉണ്ടായത്? എൻ്റെ ഇപ്പോഴത്തെ തലവേദന അയാളാണ്, ആ AK-47. അയ്യോ, തലവേദന എടുക്കുന്നെങ്കിൽ അച്ഛൻ അകത്ത് പോയി TV കണ്ടു കിടക്കും. അച്ഛാ, ഏതോ ഒരു പിച്ചക്കാരൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പിച്ചക്കാരനല്ല, ഏതോ ഒരു ഐക്കാരനാ. കേട്ടില്ലേ അയ്യാ എന്ന് വിളിക്കുന്നത്? അയാളോട് കടന്നു വരാൻ പറയൂ. ஐயா வணக்கம். ആരാ മനസ്സിലായില്ല? അച്ഛന് മനസ്സിലായില്ലേ? ഇത് ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡ് വിട്ട മുതലിയാർ. നേരത്തെ 1-2 തവണ ഇവിടെ വന്നിരുന്നു. ഗുരുവായൂരപ്പാ, ഇയാൾ ഇതുവരെ പോയില്ലേ? எப்படி போகும் ஐயா? நான் வந்து பட்டி சந்தைக்கு வந்த போல ஆயிட்டேன். இந்த இடத்துல சர்ச்சைக்கு வந்து வந்து என்னுடைய காலில செருப்பெல்லாமே தேஞ்சு போச்சு ஐயா. എന്നാലും ഒരു കാര്യം ചെയ്യൂ, താൻ ഇപ്പം തന്നെ വിട്ടോളൂ.
ഇപ്പൊ പോയാൽ 5:30 ട്രെയിൻ പിടിക്കാം. ஐயா ட்ரெயின் வந்து அரை மணிக்கூர் லேட்டு. அதுக்குள்ளே இந்த சமயம் நமக்கு சர்ச்சை பண்ணி ஏதாவது മനസ്സ് മാറ്റിയിരുന്നാ എനിക്ക് സന്തോഷം. എടോ മൊയിലേരെ, ஐயா താൻ അയ്യാന്ന് ഞാൻ സമ്മതിച്ചു. പണ്ട് ഞാൻ ഹൈക്കമാൻഡിൽ കയറി ഇറങ്ങി നടക്കുന്ന സമയത്ത് താൻ മദ്രാസിൽ കോടമ്പക്കത്ത് കുഴിയാഴ്ച കളിച്ച് നടക്കുകയായിരുന്നു. சார் அது வந்து பழைய கதை. என்ன சார் இது குழிராசி கபடி கேவல்ட் எல்லாம் சொல்லி എന്നെ ஞாபகப்படுத்துறது. சார் நான் மாடத்துக்கிட்ட என்ன போய் சொல்லணும் சையா? അവരോട് പോയി പണി നോക്കാൻ പറയൂ. என்ன பணி நோக்கானா? அவர் என்ன விளையாட்டு பொம்மையா? சார் அவர் வந்து ஹைகமாண்ட் பொம்மை. உங்களுடைய காலு பிடிச்சு புள்ள குட்டி மாதிரி நான் பேசுறேன் சார். சார் வந்து சாருடைய கையில் இருக்கும் திமிரு, கோபம், கலாட்டே, அசூய, குசும்பு, குன்னாய்மை, பாறை இதெல்லாம் மனசின்னு தூக்கி எரிஞ்சு நீங்க நல்ல புள்ள குட்டியாയി நல்லபடி நடக்கணும் சார். அது எல்லாருக்கும் ஆഗ്രഹം சார். நான் காலெடுத்து கும்பிடுறேயா. കാലേലോടു കാലേലോടു. താൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ നിലപാടിന് മാറ്റമില്ല. சார் ட்ரெயின் வர்றதுக்கு இனி 2 நிமிஷம் കൂടി இருக்கு. ஏதாவது மாற்றம் இருந்தா? മാറ്റം എനിക്കല്ല, തന്റെ ഷേപ്പിനാ. കടക്കുമടുത്ത്. ஐயா நீங்க நல்லா மகாராசனா வாழணும். எங்கேயாவது இருந்து ஒரு கொட்டு கிடைச்சா நீங்க படிக்கும். நான் வரட்டுமா? അങ്ങനെ ആ വാതിലും അടഞ്ഞു. മക്കളെ, എന്നൊരക്ഷരം ഈ വീട്ടിൽ മിണ്ടിപ്പോയത്. ഒല്ലിയായി മാത്രം. അച്ഛൻ പറയുന്നൊരു കാര്യം നിങ്ങൾ അനുസരിക്കണം. അതെന്താണ് അച്ഛാ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങളൊന്നും അനുസരിക്കാറില്ല. പറയച്ചാ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു നല്ല ഭാവി കിട്ടണമെങ്കിൽ ആ ഭൂതത്തിന് താഴെ ഇറക്കണം. അതിന് നിങ്ങൾക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. അച്ഛൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. MP, മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ടല്ല, മാസ്റ്റർ ഓഫ് പാരയായിട്ട്. അതിനുള്ള കുടിലെ തന്ത്രങ്ങൾ എൻ്റെ മക്കൾ ആലോചിക്ക്. ഞാൻ അപ്പോഴത്തേക്കൊന്ന് വിശ്രമിക്കട്ടെ. ചേട്ടാ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അച്ഛനോട് നന്ദികേട് കാട്ടിയില്ലെങ്കിൽ നമ്മൾ മക്കളായി ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം? നീ വിഷമിക്കണ്ട, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ചേട്ടാ ആ വഴി? പണ്ട് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഹരിദ്വാരം വരെ ഒന്ന് പോയി. അവിടെ വെച്ച് ഞാനൊരു ദിവ്യനെ കണ്ടുമുട്ടി. അയാളുടെ കയ്യിൽ നിന്നും ഒരു ജപിച്ച ഭസ്മം ഞാൻ വാങ്ങി. ഈ ഭസ്മം പാലിൽ കലക്കി കൊടുത്താൽ ആര് കുടിക്കുന്നു അയാൾക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഈ ഭസ്മം വെച്ച് നമുക്ക് ഈ അവസരം മുതലെടുക്കണം. മുഖ്യൻ ഇപ്പൊ ഇവിടെ എത്തും. നീ റെഡിയായിരുന്നോളൂ. ധീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞിട്ട് സാറ് ഒറ്റയ്ക്കാണല്ലോ ജാഥ വിളിച്ചോണ്ട് വരുന്നത്. അണികളൊക്കെ എവിടെ? ഞാനിപ്പോ പഴയ ആളല്ല, ഞാൻ ആളാക്കി മാറി. ഞാൻ ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാൻ വരെ പഠിച്ചു. ഞാൻ വളരെ ഹാപ്പിയാണ്. അച്ഛനെ വിളിക്കട്ടെ? അത് ശരി, നിങ്ങളുടെ അച്ഛൻ ഏതായാലും എൻ്റെ തന്തയ്ക്ക് വിളിച്ചു. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും വിളിച്ചോ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ദണ്ണമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ തിരിച്ചു വിളിക്കാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. എൻ്റെ ഗുരുക്കന്മാരിട്ട് എന്നോട് പഠിപ്പിച്ചിട്ടുമില്ല. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല. അച്ഛന് വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണെന്ന് കരുതിയാ മതി. അല്ലല്ല, ഇതല്ല. ഇത് വലിയ ആളാകാൻ വേണ്ടി കൊച്ചു കുട്ടി കളിക്കാണ്. അതൊന്നുമല്ല. അച്ഛന് ഐക്യം വേണമെന്ന് തന്നെയാണ് നിർബന്ധം. കേട്ടിട്ടില്ലേ എപ്പോഴും അച്ഛൻ ഐക്യം വേണോ എന്ന് പറയുന്നത്? ഞാനും ആദ്യം കേട്ടപ്പോൾ ഐക്യം വേണം എന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഐക്യം വേണമെന്നല്ല അദ്ദേഹം പറയുന്നത്. ഐക്യം വേണമെന്നാണ് പുള്ളി പറയുന്നത്. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അല്ല, അങ്കിൾ ഇതെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്ക്? എന്റെ തന്തയ്ക്ക്? അയ്യോ അല്ല, ഞാൻ ഫോണിലൂടെ അങ്കിളിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാ അങ്കിൾ ഈ പാല് കുടിക്കേ. അങ്കിള് ക്ഷീണിച്ച് വന്നിരിക്കുക. അങ്കിളിന് മറ്റേ ഹോർലിക്സ് ശരിക്കും ഇട്ട് കലക്കി വൃത്തിയാക്കിയല്ലേ കൊണ്ടുവന്നത്. പിന്നെ അങ്കിളിന്റെ സകല ക്ഷീണവും ഇത് കുടിക്കുമ്പോ മാറും. അവനവൻ കുടിക്കുന്ന കുടികളിൽ പതിക്കുമ്പോൾ എന്തേത്? രാംജി റാവ് സ്പീക്കിങ്ങിൽ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ആരാ പാട്ട് വെച്ചേക്കണത്?
പാട്ടോ എവിടെ വെച്ചിരിക്കുന്നത്? ആര് വെച്ചിരിക്കുന്നത്? അങ്കിളിന് ചിലപ്പോ തോന്നുന്നതായിരിക്കും. അങ്കിൾ പാല് കുടിക്ക്. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ. ദേ പിന്നെ ആ പാട്ട് കേൾക്കണ്, നിങ്ങൾ കേൾക്കണില്ലേ? ഓ, അങ്കിൾ ഇങ്ങനെ പിച്ചും പേയും പറയാതെ ആ പാൽ അങ്ങോട്ട് കുടിക്ക്. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഈ പാല് പപ്പിക്കുട്ടി എന്നെ കുടിക്ക്. അയ്യോ, എനിക്ക് വേണ്ട. അങ്കിൾ ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ, അപ്പൊ അങ്കിൾ തന്നെ കുടിക്കണം. എന്നാ മോൻ കുടിക്ക്. അയ്യോ, എനിക്ക് പാല് വേണ്ട. ഇന്ന് സെക്കൻഡ് സാറ്റർഡേയാ. ഈ പാല് കുടിക്കുന്ന ആൾക്കാർക്ക് സർക്കാർ സെക്കൻഡ് സാറ്റർഡേ അവധി കൊടുത്തിട്ടില്ല. പിന്നെ ഈ ചെറുക്കിന് ഇത് എന്ത് പറ്റി? അല്ല, ഇതാര്? എൻ്റെ അരുമ ശിഷ്യൻ അന്തപ്പുരയല്ലേ? താനിത് എപ്പോൾ വന്നല്ലോ? അങ്ങിതെവിടെയായിരുന്നു? ഈടായിട്ട് വല്ലാത്ത ക്ഷീണം, കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. ക്ഷീണം ഉണ്ടെങ്കിൽ എന്നാ ഈ പാൽ അങ്ങോട്ട് കയ്യോടെ കുടിച്ചു, ആ ക്ഷീണം അങ്ങോട്ട് പോട്ടെ. അയ്യോ അച്ഛാ, എന്റെ കർത്താവേ, ഒരു ഗ്ലാസ് പാല് കുടിച്ചപ്പോഴത്തേക്കും കാർന്നൊരു ദേ കിടന്ന് ഉറഞ്ഞ തുള്ളുണ്ടല്ലോ, ഇതെന്ത് പറ്റി? പറ്റിയത് ഏതായാലും പറ്റിയില്ലേ, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? കാർന്നോര് പിന്നെ ഉറഞ്ഞു തുള്ളി വരണുണ്ടല്ലോ. എന്റെ കർത്താവ്, ഇതെന്തായി കാണുന്നത്? മക്കളെ, ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിലെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അവിടുത്തെ ഫോൺ കേടാണ്, ഞാൻ അവിടെ ഇട്ടുണ്ടാകില്ല. അച്ഛാ, അച്ഛൻ ഈ പ്രാന്ത് പിടിക്കുന്ന വിഷം ചേർത്ത് പാല് കുടിച്ചിട്ട് ഒന്നും തോന്നുന്നില്ലേ? തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് ഓടി കിടക്കണ എനിക്ക് ഇനി എന്ത് ഭ്രാന്തി പിടിക്കാൻ? അച്ഛാ, ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? മക്കളെ, ചൂട് മാറ്റി ചവിട്ടാൻ സമയം സമാഗതമായി കഴിഞ്ഞു. മോളെ പപ്പിക്കുട്ടി, ഈ അരിവാൾ നിനക്കിരിക്കട്ടെ. അപ്പൊ അച്ഛാ എനിക്കൊന്നുമില്ലേ? ഈ ചുറ്റിക നിനക്കിരിക്കട്ടെ. അപ്പൊ അച്ഛനോ? ഞാൻ നക്ഷത്രം എണ്ണി ഇരുന്നോളാം. ഇനി മുതൽ ഞാൻ ലീഡർ കരിഞ്ചി അല്ല, സഖാവ് കരിഞ്ചി ആയിരിക്കും. ലാൽ സലാം. ലാൽ സലാം.